എടി ആ ചെക്കൻ്റെ അടുത്ത് ഞാൻ ഊരി വരാൻ പെട്ട പാട് നിർത്തി ഇതോടെ നിർത്തി. ഡേറ്റിംഗ് ആപ്പിൽ കണ്ടു പരിചയപ്പെട്ട് കാണാൻ പോകുന്ന പരിപാടി ഞാനങ്ങ് നിർത്തി. ഇങ്ങനെ ഒരു റിയാക്ഷൻ. മീനു, എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമ്മൾ ഈ ഡേറ്റിംഗ് ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാശ് കളഞ്ഞ് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ആളെ കണ്ടുപിടിച്ച് മാച്ച് ചെയ്ത് ചാറ്റ് ചെയ്ത് സെറ്റാക്കി വരുമ്പോ ഒത്തിരി സമയം എടുക്കും. അതിൽ ലാഭം ഇൻസ്റ്റഗ്രാമിലല്ലേ? കൊറേ നേരായിട്ട് വായിന്ന് ആയും മാത്രമേ വരുന്നുള്ളല്ലോ. വേറെ തീരുവായിന്നൊന്നും ഒഴിയാൻ പറ്റില്ലാവോ? നീ എന്താ ആളെ കളിയാക്കണോ മീനു? ഗുഡ് മോർണിംഗ് ടോമി. അവിടെ നിന്ന് എന്ത് പറ്റി? നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. എന്റെ മൂഡിനെ പറ്റി അറിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാനുള്ള ദൗത്യം രേഷ്മയ്ക്ക് ഓഫീസിലുണ്ടോ? അന്ന് ടോമി അങ്ങനെയൊക്കെ സംസാരിക്കുന്നു? എന്റെ നാക്ക് എനിക്ക് തോന്നിയതുപോലെ ഞാൻ സംസാരിക്കും. അതിൽ ഒരുപാട് കയറി പിടിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. രേഷ്മ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? കൊണ്ടിക്കൊണ്ട് വള്ളിമല പിടിച്ചു വലിക്കുന്ന. ഓ അത് പറ. അപ്പൊ അതാണ് രാവിലെ തൊട്ട് ഇവിടുന്ന് ഒരു ആ എ ഇ ഒക്കെ വന്നത്. ഓ പിണക്കത്തിനാണല്ലേ? നിനക്ക് എന്തൊക്കെ അറിയണം? രേഷ്മ ഈ ഓഫീസിൽ എന്തിനാണ് രാവിലെ വരുന്നത്? ജോലി ചെയ്യാനാണ്? അത് ചുമ്മാ കയറി ചൊറിയാണോ? ചൊറിയുണ്ടോരെന്ന് കൂടെ കണ്ടോ മനസ്സിലാവൂല്ലോ. അയ്യോ, ഇതൊക്കെ നേരത്തെ കാലത്ത് ഓരോരുത്തർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നേ നന്നായേനെ. ഓ സ്വയം നന്നായിട്ട് ഇതൊക്കെ പറയണമെങ്കിൽ കൊള്ളായിരുന്നു. ആവശ്യത്തിലധികം നമ്മൾ നന്നായി. അതിന്റെയാണ് എനിക്ക് പറ്റിയ തെറ്റ്. കൂടുതൽ നന്നായി പടർന്ന് പന്തലിച്ചെങ്കിലേ വെട്ടിക്കളയണം. വെട്ടിക്കളേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ വെട്ടിക്കളയാ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടങ്ങി. ഇത് എന്നെ ഇത് കുഞ്ഞു പിള്ളേരെ പോലെ ഇത്രയും മെച്ചൂരിറ്റി ആയില്ലേ രണ്ടിനും? കൊഴുതയുടെ പോലും വായു പോലെ കണ്ടുപിടിക്കരുത് ചേട്ടാ. രണ്ടുപേരും എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പറ, നിങ്ങൾ രണ്ടുപേരും നമ്മളിപ്പോ പിണങ്ങണ്ട റീസൺ എന്താ? നീ നിന്റെ കാര്യം നോക്കിയേ. കണ്ണി കണ്ട കാര്യത്തിൽ ഇടപെടുന്ന അല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ടുപേരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും. ഇടപെടുക, പരിഹരിക്കാന്നുള്ള നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമല്ലേ? അത് ദാമ്പത്യം ആവുമ്പോ നോക്കിയേ, ദാമ്പത്യം ആണെങ്കിലും അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ നീ ഇടപെടണ്ട. മനസ്സിലായ? അഹങ്കാരം, ആത്മാർക്ക് അഹങ്കാരം. എന്റെ ദുഷിച്ച സമയത്തായി പോയി ഇതൊക്കെ. ഓ, ഇപ്പൊ രണ്ടുപേരും നല്ല പണക്കത്തിലാണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ എന്നാലും എന്തായിരിക്കും അതിനുള്ള കാരണം? കണ്ടുപിടിക്കണം. ഗുഡ് മോർണിംഗ് ജോമി. എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗുഡ് മോർണിംഗ് വിഷാണെന്ന് മനസ്സിലായി. ചോദിക്കാനുള്ള ചോദിക്ക് ഉത്തരം നിനക്ക് അർഹിക്കുന്നതാണെങ്കിൽ തരാം. ഇത് കഷ്ടമുണ്ട് കേട്ടോ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മുതലാളിനെ രാവിലെ വന്ന് വിഷ് ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ? എന്തൊരു നല്ല അഭിനയം. നീ എന്തിനീ ഇത്രയും ടാലന്റ് ഇവിടെ കൊണ്ടിങ്ങനെ കളയണം? വല്ല നാടകത്തിലോ സീരിയലിലോ സിനിമയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തൂടെ? ഞാൻ കൊച്ചിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകത്തിലൊക്കെ ഒത്തിരി അഭിനയിച്ചിട്ടുള്ളതാ. മാത്രമല്ല കലാതിലകം വരെ ആയിട്ടുള്ളതാ. ഈ രേഷ്മ ജീവിതത്തെ മാത്രം അങ്ങനെ അഭിനയിക്കാറില്ല. ആണോ? പക്ഷെ നമുക്ക് ഇത്രയും കാലം തോന്നിയത് നീ ഇവിടെ ചെയ്ത എല്ലാ അഭിനയമായിട്ടാണ്. അത്രയ്ക്ക് നാച്ചുറൽ ആയിരുന്നു. കൊള്ളാം ജോമി, കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങൾ തരുന്ന നക്കാ പിച്ച സാലറിക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന എന്നെ പോലത്തെ പാവപ്പെട്ട തൊഴിലെടുത്ത് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതാണ് മൂർഷത്തരം. അറിയാമോ? ഇങ്ങനെ നാടെടുത്ത് ചെയ്യരുത്. കൊച്ച രാവിലെ എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ഒന്ന് നാടകയുടെ വിളിച്ചോണ്ടിരിക്കുന്നു. ഈ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പണിക്കാരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇവിടെ ഫോളോ അപ്പ് ക്ലയന്റിനെ വിളിച്ചത് അവരെ ഇതിൽ നിന്ന് ഒരു ഡീൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരാളെങ്കിലും വിളിച്ച ഇല്ലായിരുന്നു. എന്റെലും അവന്റെ 5ന്റെ പൈസ ഇല്ല. ശമ്പളം വേണമെങ്കിൽ മതി. ഈ കറണ്ട് ബില്ല് അടയ്ക്കാതെ KSEB-കാർ എന്നും ഒന്ന് ഊരിക്കൊണ്ട് പോകുന്ന പോലും അറിഞ്ഞൂടാ. അയ്യോ, ഐ ആം സോറി. I'll try my level best. ഇതിപ്പോ എന്റെ കൂടെ ആവശ്യമാണല്ലോ. സാലറി കിട്ടിയാലേ കാര്യങ്ങൾ നടക്കും. അല്ല ജോമി, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബൈ നമ്മുടെ ജോമിയും മീനും തമ്മിലേ എന്തെങ്കിലും വിഷയമുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടോ? ഇവര് ചീളി പിള്ളേരെ പോലെ കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ തല്ലുകൂടുന്നുണ്ടായിരുന്നു. അതറിയാനാണ് മോൾ ഇങ്ങനെ വന്ന് ഇവിടെ രാവിലെ നിന്ന് കുഴുങ്ങിയതല്ലേ?
ഇപ്പൊ ഇറങ്ങിക്കോണേ എന്റെ ക്യാബിനിൽ നിന്ന്. വൃത്തികെട്ട ജന്തു അടുത്തവന്റെ കാര്യം നോണ്ടിക്കൊണ്ട് നടക്കണം. പോറങ്ങി. അല്ല ഞാൻ അറിയാനായിട്ട്. ഔട്ട്. ഇവനൊക്കെ എന്ത് വിചാരിച്ചു വെച്ചേക്കുന്നത്? ഓരോ പെരുമാറ്റം, ഒരു ലോഡ് പണി, മാത്രം വെച്ച ശമ്പളം. ഈ രശ്മ കളിച്ച് ചിരിച്ച് നിൽക്കുമ്പോ ഇവന് തല കയറി നിരക്കാന്ന് വിചാരിച്ചു. ഒരു വില പോലും തരുന്നില്ല. ഇങ്ങോട്ട് വന്ന് തൊഴുത് താണ് വീണ് മാപ്പ് പറയുന്ന കാലം ദൂരത്തല്ല. കളി രാവിലെ തന്നെ വയറ് നിർത്തി കിട്ടിയല്ലേ? നീ വെറുതെ എന്നെ ചൊറിയാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കും. നീ ഓർത്തോ? എന്റെ പൊന്നു രേഷ്മ, ഞാൻ നിന്നെ ചൊറിയാനായിട്ട് വന്നോന്നല്ല. ഉള്ളത് പറയാലോ, ഇവിടെ എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം നീയാ. എന്താ? ഇല്ലെങ്കിൽ ഇവിടുത്തെ സകല അപമാനം ഞാൻ ഒറ്റയ്ക്ക് വാങ്ങി കൂട്ടേണ്ട വന്നേനെ. പോണം മരത്തലേ നീ. ഈ രേഷ്മയ്ക്ക് എന്തെങ്കിലും അപമാനം കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് പൊത്തിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാറേ. അതെ, എന്നെ കളിയാക്കിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ ചെന്ന് കയറി കൊടുക്കും. ഇതിലും വലിയ കളി കളിച്ചോട്ടെ ഞാൻ ഇവിടെ വന്നിരിക്കണേ പൊട്ടി പാളിയായിട്ട്. പൊന്നു മോനെ ലാസറേ, നീ നിന്നെ വെച്ച് എന്നെ കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അത് അവരെന്നെ കളിയാക്കിയതിനേക്കാളും വലിയ അപമാനം കേട്ടല്ലോ. നീ എന്നെ ഇങ്ങനെ കളിയാക്കിയോണ്ടിരുന്ന രേഷ്മ, അതെ ബുദ്ധിപരമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ രണ്ടുപേരുടെ ആവശ്യം ഒന്നാ. അതുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അവരെ കൊണ്ട് ചിമിട്ട് പണി കൊടുക്കാം. പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യമല്ല അത്. പിന്നെ മേരി ആന്റി. മേരി ആന്റിയോ? മേരി ആന്റി വിചാരിച്ച ഇവിടെ എന്ത് നടക്കും? അതെ, ഇന്നത്തെ കാര്യത്തിന് സൊല്യൂഷൻ കിട്ടണേ നീ എന്നോട് വാ, ഞാൻ കാണിച്ചു തരാം. വാ. നീ പറഞ്ഞോ. പിള്ളേരെ നിങ്ങളിങ്ങനെ മൈൻഡ് കളിക്കുന്നതേ കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയം എനിക്കിവിടെ ഇല്ല. എന്തെങ്കിലും പറയാനുണ്ടേ പറഞ്ഞിട്ട് പോകും. എന്റെ മേഡം, രേഷ്മയ്ക്ക് ഒരു പരാതി ബോധിപ്പിക്കുകയാണ്. അപ്പൊ അതിന് മേഡത്തിന് ചെറിയ ഹെൽപ്പ് വേണം. എന്താ രേഷ്മയുടെ വായി നാക്കില്ലേ? ഉണ്ട്. അത് മാഡം സംഭവം എന്താന്ന് വെച്ചാലേ, ഇന്ന് രാവിലെ ടോമി മീനു നല്ല പടക്കത്തിലായിരുന്നേ. അപ്പം ഞാൻ ഭയങ്കര സ്നേഹത്തോടെ അവരോട് ചെന്ന് എന്താ ഏതാന്നൊക്കെ അന്വേഷിച്ചപ്പം അവരെന്നെ അപമാനിച്ചു വിട്ടു. അത് പിന്നെ പോട്ടെ, അവര് നല്ല ദേഷ്യത്തിലായിരുന്നെങ്കിൽ എനിക്ക് വിചാരിക്കാം. പക്ഷേ ഞാൻ നല്ല മാന്യമായ രീതിയിൽ പോയി നമ്മുടെ ജോമിയുടെ അടുത്തും സംസാരിക്കാം. അവിടുന്ന് എനിക്ക് ഇതിലും വലിയ അപമാനമാണ് കിട്ടിയത്. മാഡം, എനിക്ക് ഇവരെ തിരിച്ച് ഇതേ അവസ്ഥയിൽ അപമാനിച്ച് തല കുമ്പിട്ട് മുട്ടുകുത്തിച്ച് എൻ്റെ മുന്നിൽ നിർത്തിക്കണം. അതിനെനിക്ക് മാഡത്തിന്റെ സഹായം വേണം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. മേഡം, ശത്രുവിന്റെ ശത്രു മിത്രം, അതല്ലേ നമ്മളല്ലേ. നമുക്ക് ആ മീനുവിനെയും ടോമിനെ അങ്ങോട്ട് പിരിച്ചാലും. അയ്യോ പറയട്ടെ, കാരണം പറയാൻ പറ്റാത്ത പിരിച്ച് അതിൽ പക കണ്ടെത്തുന്നതാണ് ഞാൻ നോക്കുമ്പോൾ ഏറ്റവും വലിയ ശിക്ഷ. ലാസറേ, ഞാൻ അത്ര വലിയ ലെവലൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അവരെല്ലാരും കൊണ്ട് എന്റെ അടുത്ത് വന്നൊരു മാപ്പ് പറയിക്കുക, അതിലപ്പുറത്തൊന്നും ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. മേഡം, മീനും ഇത്രയും നമ്മൾ ചെയ്തു വെച്ചിട്ടോ. ബന്ധം പിരിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ല്, അതെല്ലാം കൂടെ നിന്നെ ചവിട്ടി പുറത്താക്കും. ഇതൊക്കെ ഒരു തഞ്ചത്തിൽ വേണം ചെയ്യാൻ. ആദ്യം നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അസ്ഥാനത്ത് വേണം അവർക്ക് പണി കൊടുക്കാൻ. അതിനല്ലേ മാഡം കൂടെ ഉള്ളത്. അപമാനം മാത്രമല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യത്തെ പിണക്കത്തിന്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സാധാരണ ഒരു ചെറിയ അടിപിടി കേസൊന്നും അല്ല, എന്തോ വലിയ പിണക്കം രണ്ടുപേരും തമ്മില്. ഞാൻ അതിൽ പിടിച്ചു കയറാം. എങ്ങനെയുണ്ട്? അത് കൊള്ളാം അല്ലേ? വിലയില്ലാത്തടുത്ത് വില ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെ? അതിനൊരു വഴിയുണ്ട്. ഞാനൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാം. ഓക്കെ. അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എതിർത്ത് സംസാരിക്കണം. എന്നിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചുകൊണ്ട് എന്നെ മാക്സിമം വെറുപ്പിച്ച് ഞാനിത് ഇട്ടേച്ചിറങ്ങി പോകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അതൊക്കെ എന്തിനാ ചെയ്യുന്നേ? അത് ചെയ്തു, അപ്പൊ അറിയാം റിസൾട്ട്. ആണോ? എന്നാ അല്ലേ? ശരി, ഓക്കെ മാഡം.
അങ്ങനെ എല്ലാവരും എൻ്റെ വരുതിക്ക് വന്നു തുടങ്ങി. ഇനി ആ മീനുവിനെ കൂടെ ഇവിടെ എത്തിക്കണം. എന്നിട്ട് വേണം ആ 2 അവന്മാരെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ.